ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയതിന് പിന്നാലെ T20 പരമ്പരയിലും തകർപ്പൻ ജയവുമായി മുന്നേറുകയാണ് ഇന്ത്യൻ ടീം. ഗോളിയാറിലെ മാധവ് റാവു സിദ്ധ്യ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ T20യിൽ ബംഗ്ലാദേശിനെതിരെ 7 വിക്കറ്റിന്റെ മികച്ച മാർജിനിലാണ് ഇന്ത്യ ജയിച്ചു കയറിയത്. ബുധനാഴ്ച ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ വിജയിച്ചാൽ T20 പരമ്പരയും ഇന്ത്യക്ക് സ്വന്തമാവും. 3 മത്സരങ്ങളുടെ T20 പരമ്പരയിലെ അവസാന മത്സരം ഒക്ടോബർ 12-ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് നടക്കുക. പരമ്പര നേട്ടത്തിന് ഈ മത്സരം വരെ കാത്തിരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ എന്ന നിലയിൽ അഭിഷേക് ശർമ്മ മാത്രമാണ് ടീമിലുള്ളത്. അതിനാൽ ആദ്യ മത്സരത്തിൽ എന്ന പോലെ സഞ്ജു വീണ്ടും ന്യൂ ബോൾ നേരിടാൻ രംഗത്തുണ്ടാവുമെന്ന് ഉറപ്പാണ്. സഞ്ജു കഴിഞ്ഞ കളിയിൽ ഓപ്പണർ എന്ന നിലയിൽ നന്നായി ബാറ്റ് ചെയ്യുകയുമുണ്ടായി. വലിയ സ്കോർ കണ്ടെത്താനായില്ലെങ്കിലും ഷോട്ട് സെലക്ഷനിൽ ഉൾപ്പെടെ സഞ്ജു തിളങ്ങുകയുണ്ടായി. 19 പന്തിൽ 6 ബൗണ്ടറികൾ സഹിതം സഞ്ജു 29 റൺസ് എടുത്ത് നിൽക്കവേ അപ്രതീക്ഷിതമായി പുറത്താവുകയായിരുന്നു. മെഹിദി ഹസനെ സിക്സറിന് പറത്താനുള്ള ശ്രമത്തിനിടെ ബൗണ്ടറിക്കരികെ റിഷാന്ത് ഹുസൈൻ സഞ്ജുവിനെ പിടികൂടുകയായിരുന്നു. മികച്ച ഷോട്ടുകളുമായി മുന്നേറിയിരുന്ന അഭിഷേക് ശർമ്മയുടെ റൺഔട്ടിൽ സഞ്ജുവിനും പങ്കുണ്ടെന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലെ മൈനസ് പോയിന്റ്. ഇരുവരും തമ്മിലെ ആശയവിനിമയത്തിൽ പാളിച്ചയുണ്ടായി. സിംഗിൾ ഓടാൻ ഇരുവരും ശ്രമിച്ചെങ്കിലും സഞ്ജു അല്പം വൈകി അഭിഷേകിനെ തിരിച്ചയക്കുകയായിരുന്നു. 7 പന്തിൽ 16 റൺസ് എടുത്ത അഭിഷേകിന്റെ സ്ഥാനത്തിന് നിലവിൽ ഭീഷണിയൊന്നുമില്ല. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയും 29 റൺസ് വീതം വേഗത്തിൽ സംഭാവന ചെയ്തതോടെ 8.1 ഓവർ ശേഷിക്കെ ഇന്ത്യ വിജയിക്കുകയായിരുന്നു. ഇരുവരും അടുത്ത മത്സരത്തിൽ മധ്യനിരയുടെ ശക്തി കേന്ദ്രമാകും. അരങ്ങേറ്റം കുറിച്ച നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യ വിജയിക്കുമ്പോൾ ഹർദിക്കിനൊപ്പം ക്രീസിലുണ്ടായിരുന്നത്. 15 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന നിതീഷ് കുമാർ ടീമിൽ സ്ഥാനം നിലനിർത്തും. റിയാൻ പരാഗിനും റിങ്കു സിംഗിനും കഴിഞ്ഞ മാച്ചിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ലെങ്കിലും മാച്ച് വിന്നർമാരായി ടീമിനൊപ്പം ഉണ്ടാവും. ഇതോടെ രാജ്യത്തിനായി കളിക്കാനുള്ള അവസരത്തിനായി തിലക് വർമ്മ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പായി. ശിവം ദുബെ പരമ്പരയിൽ കളിക്കാത്തതിനാലാണ് തിലക് വർമ്മ ടീമിലെത്തിയത്. അക്സർ പട്ടേൽ ഇല്ലാത്തതിനാൽ വാഷിംഗ്ടൺ സുന്ദറാണ് സ്പിന്നർ ബൗളിംഗ് ഓൾറൗണ്ടർ സ്ഥാനത്തുള്ളത്. വരുൺ ചക്രവർത്തി 3 വർഷത്തിനു ശേഷം ഇന്ത്യക്ക് വേണ്ടി ആദ്യ ഗെയിം കളിച്ചപ്പോൾ റിസർവ് താരമായി മാറിയ രവി ബിഷ്ണോയിക്ക് അടുത്ത മാച്ചിലും അവസരമുണ്ടാവില്ല. വരുൺ കഴിഞ്ഞ മാച്ചിൽ 3 വിക്കറ്റ് വീഴ്ത്തി തിളങ്ങുകയും ഉണ്ടായി. ദേശീയ ടീമിനായി മുൻകാലങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും ബിഷ്ണോയിക്ക് ഇനി മുതൽ റിസർവിൽ തുടരേണ്ടി വരുമെന്നാണ് സൂചന. അർഷ്ദീപ് സിംഗും അരങ്ങേറ്റക്കാരൻ മയങ്ക് യാദവും കഴിഞ്ഞ കളിയിൽ ശ്രദ്ധേയ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇതോടെ ഹർഷിത് റാണയ്ക്ക് തന്റെ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കേണ്ടി വരും. 3 വിക്കറ്റ് നേടിയ ഹർഷ്ദീപ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു. ചുരുക്കത്തിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ച ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ ടീം മാനേജ്മെന്റ് തയ്യാറാവില്ല. അതേസമയം അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, റിയാൻ പരാഗ്, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയി, ഹർഷ്ദീപ് സിംഗ്, മയങ്ക് യാദവ് എന്നിവരാണ് ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുന്നവർ.